അടിപൊളി ചിക്കൻ പാർട്സും കൂർക്കയും കൂടി വെച്ചാലോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം. അതിനായിട്ട് ചിക്കൻ പാർട്സ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും തിരുമ്മി വയ്ക്കുക. പാൻ വയ്ക്കുക. പാൻ ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ വീഴ്ത്തുക. വെളിച്ചെണ്ണയിലേക്ക് ഈ തിരുമ്മി വെച്ച ചിക്കൻ പാർട്സ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. നന്നായിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ കറി വെച്ച് കഴിക്കുന്നേക്കാളും ടേസ്റ്റ് കൂടുതലാണ് ഇങ്ങനെ വറുത്തിട്ട് കറി വയ്ക്കുമ്പോൾ കേട്ടോ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ കാച്ചാൻ വേണ്ടിയിട്ട് വേപ്പില, സബോള, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചിക്കൻ പാർട്സ് നന്നായി മുരിഞ്ഞു വരുമ്പോൾ നമ്മളത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു. ആ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ സബോള, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കിയത് കൂർക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ കറി നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കണേ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇത്ര മാത്രം ചേർത്താൽ മതി. നന്നായിട്ട് മുരിയിച്ചെടുക്കുക. ആ പച്ചമണം മാറുന്ന വരെ മുരിയിച്ചെടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ വറുത്ത് മാറ്റി വെച്ച ചിക്കൻ പാർട്സ് അതിലേക്ക് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ കുറച്ച് കൂർക്ക ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ആ ഉപ്പിട്ട് വേവിച്ച് വെച്ച കൂർക്കി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ബീഫും കൂർക്കയൊക്കെ വെക്കില്ലേ, അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കൂർക്ക. കൂർക്ക ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും.